കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അതെ, നമ്മളെല്ലാവരും അനുഗ്രഹത്തിൽ കവിഞ്ഞൊഴുകണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. നമ്മളാരും നശിച്ചു പോകരുത്, ആരും രോഗികളായി ഈ ലോകത്തിൽ ഭാരപ്പെടരുത്, ദാരിദ്ര്യത്തിൽ തകരരുത്, നമ്മുടെ ആരുടെ ആത്മാവ് നശിച്ചു പോകരുത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവാം ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണല്ലോ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ദാനമായി തന്നത്. ഇന്നത്തെ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ക്രൂശിലൂടെ ക്രിസ്തു നേടിയെടുത്ത വിടുതൽ നമ്മളുടേതായി മാറണം. കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിലൂടെ കർത്താവ് ശക്തമായി അറിയിച്ച സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റൂർക്കലയിൽ നടന്ന മീറ്റിങ്ങിലേക്ക് നമുക്ക് പോകാം. Jesus is alive. യേശു ജീവിക്കുന്നു. And every written word is true, and if you abide in it, you will see miracles after miracles in your life. എഴുതപ്പെട്ട എല്ലാ വചനങ്ങളും സത്യമാ. നീ അതിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. Whatever is written here is truth, and you can enjoy it. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം സത്യമാണ്. അത് നിങ്ങൾക്ക് ആസ്വദിക്കുവാനും കഴിയും. Hallelujah. Hallelujah. And tonight we are going to see mighty healings over here. ഇന്ന് രാത്രി അത്ഭുത സൗഖ്യങ്ങൾ നമ്മൾ കാണാൻ പോകുകയാണ്. We will see miracles. നാം അത്ഭുതങ്ങൾ കാണും. But what does this miracle show? എന്താണ് ഈ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നത്? The book of Hebrews chapter 2. എബ്രായ ലേഖനം 2-ാം അധ്യായം. And the Bible says in verse 3 and 4. 3-4 വാക്യങ്ങളിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. By Lord, the words which began to be spoken by the Lord and was confirmed to us by those who heard him, God also bearing witness both with signs, wonders, various miracle, gift of the Holy Spirit, that is salvation. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? Every healing and every miracle that is happening, the Bible says God is attesting salvation. ഓരോ അത്ഭുതങ്ങളും ഓരോ സൗഖ്യങ്ങളും നടക്കുമ്പോൾ വേദപുസ്തകം പറയുകയാണ് ദൈവം തന്റെ വചനത്തെ ഉറപ്പിക്കുന്നു. Hallelujah. Hallelujah. It is an attestation by the Lord. കർത്താവ് ഉറപ്പിക്കുകയാത്രേ. When one person gets healed, ഒരു വ്യക്തി സൗഖ്യമാകുമ്പോൾ I am sure, എനിക്ക് നല്ല ഉറപ്പാണ്, I am sure എനിക്ക് ഉറപ്പാണ് that God is still saving the people. ദൈവം ഇപ്പോഴും മനുഷ്യരെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. And what is salvation? എന്താകുന്നു ഈ രക്ഷ? It is the change of situation. ഇത് അവസ്ഥയുടെ ഒരു മാറ്റമത്രേ. If you are going to hell, now you are going to heaven. നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുകയാണ്. And that Jesus is going to return. യേശു വീണ്ടും മടങ്ങി വരും. Bolo Yeshu Masih ki. Hallelujah. ഹല്ലേലൂയ. Hallelujah. People think we are talking foolishness. മനുഷ്യർ വിചാരിക്കും നമ്മൾ മണ്ടത്തരം പ്രസംഗിക്കുന്നവരാണ്. Seems foolishness. മണ്ടത്തരം പ്രസംഗിക്കുന്നു. But this is a reality. എന്നാൽ ഇതത്രേ സത്യം. That Jesus Christ, there is no other name except Jesus that can save us. നമ്മെ രക്ഷിപ്പാൻ മറ്റൊരു നാമവുമില്ല, യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. Hallelujah. ഹല്ലേലൂയ. Can you shout and say thank you Jesus? ആർത്തു വിളിച്ചു പറഞ്ഞു യേശുവേ നന്ദി. Hallelujah. ഹല്ലേലൂയ. Jesus came to this world. യേശു ഈ ലോകത്ത് വന്നു. The gospel is an invitation for an everlasting family that is going to be heaven. എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗത്തിലുള്ള കുടുംബത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് സുവിശേഷം. God so loved the world that he invited everyone to his family through his son Jesus Christ. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ സകല വ്യക്തികളെയും തന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. Hallelujah. ഹല്ലേലൂയ. Walked on this earth, യേശു ഈ ഭൂമിയിൽ നടന്നു, showed us that he is in control of everything. സകലത്തെയും അവൻ നിയന്ത്രിക്കുന്നുവെന്ന് നമുക്ക് കാട്ടിത്തന്നു. He healed the sick. അവൻ രോഗികളെ സൗഖ്യമാക്കി. He showed love to everybody. എല്ലാവരെയും തന്റെ സ്നേഹം കാണിച്ചു. In the cross was the end of our condemnation. ക്രൂശിൽ നമ്മുടെ കുറ്റാരോപണങ്ങളുടെ അവസാനവും അവൻ കുറിച്ചു. Hallelujah. ഹല്ലേലൂയ. The story did not end at the cross. ഈ കഥ ക്രൂശ് കൊണ്ട് അവസാനിക്കുന്നില്ല. There was something happening after the cross. ക്രൂശിന് ശേഷവും ചിലത് സംഭവിക്കുക.
Tonight I want to share you. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. What did resurrection do to us? പുനരുത്ഥാനം നമ്മോട് എന്താണ് ചെയ്യുന്നത്? How many of you want to listen tonight what resurrection did to us? പുനരുത്ഥാനം നമ്മോട് എന്ത് ചെയ്തു എന്ന് കേൾക്കുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി താല്പര്യമുണ്ട്? Hallelujah. ഹല്ലേലൂയ. Say thank you Jesus. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. The cross seems foolishness, ആ ക്രൂശ് മണ്ടത്തരമായി തോന്നിയേക്കാം, but it is the power of God. എന്നാൽ അത് ദൈവശക്തിയത്രേ. Jesus was dying on the cross. യേശു ആ ക്രൂശിന്മേൽ മരിക്കുകയായിരുന്നു. The centurion said, ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, truly he was the son of God. വാസ്തവമായും അവൻ ദൈവപുത്രനായിരുന്നു. Hallelujah. ഹല്ലേലൂയ. After the death, ആ മരണത്തിന് ശേഷം as he was dying on the cross, യേശു ആ ക്രൂശിൽ മരിക്കുകയായിരുന്നു. again I want to tell you, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. when you come to the cross, നിങ്ങൾ ആ ക്രൂശിലേക്ക് വരുമ്പോൾ you will realize how big a sinner you are, but you will not go back as a sinner. നിങ്ങൾ എത്ര വലിയൊരു പാപിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്നാൽ ആ പാപിയായിട്ടല്ല നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. You will be totally new. നിങ്ങൾ പൂർണ്ണമായും പുതുതാക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. As he was dying on the cross, അവിടുന്ന് ആ ക്രൂശിന്മേൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as he was dying in the ആ cross, ക്രൂശിന്മേൽ അവിടുന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ finally the soldier came, ആ പടയാളി അരികിൽ വന്നു. pierced him, അവന്റെ വിലാവിൽ കുത്തി. just to know if he is dead. അവൻ മരിച്ചു എന്ന് തിരിച്ച് അറിയേണ്ടതിനായി Water and blood flow. രക്തവും വെള്ളവും ഒഴുകി. He died on the cross. അവിടുന്ന് ആ ക്രൂശിന്മേൽ മരിച്ചു. Hallelujah. ഹല്ലേലൂയ. Oh, a grand exchange happened on the cross. ആ ക്രൂശിന്മേൽ വലിയൊരു കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചു. If you think that the cross is a weak place, ക്രൂശ് ഒരു ബലഹീന സ്ഥലമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, oh, many people might be thinking like this. പലരും അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ. Hey, why this is a weak place? God became weak. ഓ, ഇതൊരു ദയനീയ സ്ഥലമാണല്ലോ, ദൈവം ബലഹീനനായ സ്ഥലം. I remember one day one of my friend asking me, ഒരു നാൾ ഒരു സ്നേഹിതൻ എന്നോട് ഇങ്ങനെ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. how can this Jesus who is hanging on the cross save you? ഈ ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്ന യേശു എങ്ങനെ നിങ്ങളെ രക്ഷിക്കും? Just like the people at that day said, save yourself and save us. അന്ന് അവര് പറഞ്ഞതുപോലെ നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ. Hallelujah. ഹല്ലേലൂയ. You should know one thing. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1 Corinthians chapter 1 the Bible says 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, that the weak things of the world are put to shame with the things of mighty. 1 Corinthians chapter 1 verse 27. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. Verse 25 the Bible says 25-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, because the foolishness of God is wiser than men and the weakness of God is stronger than men. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. It is not a weakness. ഇതൊരു ബലഹീനതയല്ല. When you understand what happened, ആ നടന്ന കാര്യം നിങ്ങൾ അറിയുമ്പോൾ you will jump and dance tonight. നിങ്ങൾ തുള്ളി ചാടും ഇന്ന് രാത്രി. The Bible says, വേദപുസ്തകം പറയുന്നു, why did this happen? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? Why did God did so? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? Verse 29 the Bible says, 29-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, no flesh should glory in his presence. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. Hallelujah. ഹല്ലേലൂയ. When we reach heaven, ഓ, നമുക്ക് സ്വർഗത്തിൽ പോണം. no one can say we reached here because of our good work. ഒരു വ്യക്തിക്കും തന്നെത്താൻ തന്റെ സൽപ്രവൃത്തി കൊണ്ട് അവിടെ ചെല്ലുവാൻ കഴിയില്ല. I have paid money and came here. ഞാൻ പണം കൊടുത്ത് എനിക്ക് ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞു. I'm very sorry to tell you ഞാനൊന്ന് പറയട്ടെ, that God does not take bribe. ദൈവം കൈക്കൂലി വാങ്ങുകയില്ലല്ലോ. Giving money you will not reach heaven. പണം കൊടുത്ത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയില്ല. Hallelujah. ഹല്ലേലൂയ. No flesh had glory before him. ഒരു ജഡവും അവന്റെ മുമ്പിൽ പ്രശംസിക്കയില്ല. The Bible says, വേദപുസ്തകം പറയുന്നു, 1 Corinthians chapter 2 1 കൊരിന്ത്യർ 2-ാം അധ്യായം verse 7 and 8. 7-8 വാക്യങ്ങൾ, We speak the wisdom of God in a mystery, the hidden wisdom that God ordained before the ages for our glory. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല,
അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Cross was not foolishness. ക്രൂശ് ഒരു മണ്ടത്തരമല്ല. Cross was not weakness. ക്രൂശ് ഒരു ബലഹീനതയുമല്ല. It was at that place അവിടെയാണ് where our glory was kept. നമ്മുടെ തേജസ് ഒരുക്കപ്പെട്ടിരുന്നത്. Hallelujah. ഹല്ലേലൂയ. That is why verse 9 says, eye has not seen, ear has not heard, heart cannot perceive. When the glory of God comes into man, what will happen? അതുകൊണ്ടാണ് 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ദൈവത്തിന്റെ തേജസ് അവിടെ വരുമ്പോൾ. Cross was for our glory. ക്രൂശ് നമ്മുടെ മഹത്വത്തിനായിരുന്നു. The devil did not know it. പിശാചിന് അത് അറിഞ്ഞുകൂടായിരുന്നു. He thought that killing one Jesus, അവൻ വിചാരിച്ചു ഒരു യേശുവിനെ കൊന്നാൽ it will be finishing everything. അതുകൊണ്ട് സകലതും അവസാനിക്കുമെന്ന്. But he did not know. എന്നാൽ തനിക്ക് അറിയില്ലായിരുന്നു. That why one Jesus dying, അതുകൊണ്ടാണ് ഒരു യേശു മരിക്കുമ്പോൾ millions of Jesus are going to stand up. ദശലക്ഷക്കണക്കിന് യേശുമാർ എഴുന്നേറ്റ് നിൽക്കുവാൻ തുടങ്ങും. Bolo Yeshu Masih ki. Hallelujah. ഹല്ലേലൂയ. Jesus died. യേശു മരിച്ചു. After his death, അവന്റെ മരണശേഷം after his death, അവന്റെ മരണശേഷം some things are going to happen. ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. The Bible says വേദപുസ്തകം പറയുന്നു, in the book of John, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19, അതിന്റെ 19-ാമത്തെ അധ്യായം 31 to 34, the Bible says the preparation time came. 31 മുതൽ 34 വരെ വചനം പറയുന്നു, ഒരുക്കനാൾ വന്നിരിക്കുന്നു. 38, the Bible says 38-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, Joseph of Arimathea came and asked Pilate, can we take the body? അരിമത്തിയയിലെ യോസഫ് വന്ന് പിലാത്തോസിനോട് ആ ശരീരം എടുക്കുവാൻ അനുവാദം ചോദിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു, in verse 39, അത് 39-ാമത്തെ വാക്യത്തിൽ Nicodemus came നിക്കോദിമോസ് വന്നു. and he brought a mixture of myrrh and oil, which was about 100 pounds. 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. Hallelujah. ഹല്ലേലൂയ. Nicodemus, Arimathea, Joseph, they were hidden believers. Now they are coming out. നിക്കോദിമോസും അരിമത്തിയയിലെ യോസഫും രഹസ്യ വിശ്വാസികളായിരുന്നു. അവർ ഇപ്പോൾ പുറത്തു They are വന്നിരിക്കുന്നു. coming out now. അവർ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. Why does the Bible talk about the weight of myrrh, weight of all the sacrificial segments over here? എന്തുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ മൂറിന്റെയും അകിലിന്റെയും ഒക്കെ തൂക്കം ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്? Why is it necessary to write the weight? എന്തുകൊണ്ടാണ് ഇതിന്റെ തൂക്കം ഒക്കെ വേദപുസ്തകത്തിൽ പറയുന്നത്? They took the body of Jesus, അവർ യേശുവിന്റെ ശരീരം എടുത്തു, bound it in the stripes of linen and with spice, as the custom of the Jews is to bury. അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദയോടെ അടക്കി. Custom of the Jews. ആ യഹൂദന്മാരുടെ മര്യാദ. What is the custom? എന്താണ് ഈ മര്യാദ? The myrrh, മൂറ്, the spices. അകില്, സുഗന്ധവർഗങ്ങൾ. It is 100 pounds. അത് 100 റാത്തൽ വീതം. What happens is എന്താണ് അവിടെ സംഭവിക്കുന്നത്? they mix this and dip the linen in it. ഈ സുഗന്ധവർഗങ്ങൾ കൂട്ടിക്കലർത്തിയിട്ട് ആ ശീല അതിൽ മുക്കും. And put it on the body. ആ ശീല മുക്കി അത് ശരീരത്തിൽ പൊതിഞ്ഞു കെട്ടും. Just like when your bone breaks, അങ്ങനെ നിങ്ങളുടെ അസ്ഥി ഒടിയുമ്പോൾ you put a plaster of Paris and they just tie after that it becomes a cast. അങ്ങനെ ഒടിഞ്ഞ അസ്ഥിയുടെ മേൽ നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഒരു ബാൻഡേജ് കെട്ടുന്നത് പോലെ, The same way, അതുപോലെ തന്നെ this linen becomes very tight. ഈ ശീല വളരെ കട്ടിയുള്ളതായി ബലമുള്ളതായി മാറും. Why am I saying this? ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? If Jesus did not die on the cross, യേശു ആ ക്രൂശിന്മേൽ മരിച്ചില്ല എങ്കിൽ he would have died in the cast. ആ ശീല പൊതിഞ്ഞ് കെട്ടിക്കഴിയുമ്പോൾ തന്നെ മരിച്ചിരിക്കും. Hallelujah. ഹല്ലേലൂയ. He would have died in this. ഈ ശീലയ്ക്കകത്ത് ആള് മരിച്ചു പോകും. He died for sure. ഉറപ്പായിട്ടും മരിക്കും. Some people say Jesus never died. ചിലര് പറയും യേശു മരിച്ചിട്ടേ ഇല്ല എന്ന്. Well, on the cross he died. ആ ക്രൂശിന്മേൽ അവൻ മരിച്ചു. Just for argument. എന്നാൽ തർക്കത്തിന് വേണ്ടി പറഞ്ഞാൽ If he did not die there, he would have died here. അവൻ ആ ക്രൂശിന്മേൽ മരിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ട് ശീല പൊതിഞ്ഞു കെട്ടിയപ്പോൾ Now he മരിച്ചിട്ടുണ്ട്. is buried. ഇപ്പോൾ അവനെ അടക്കം ചെയ്തിരിക്കുന്നു. We saw the doors closed. അവിടെ വാതിൽ അടച്ചു കളഞ്ഞു. Sealed forever. എന്നേക്കുമായി അത് മുദ്ര വെച്ചു. Double security. ഓ വീണ്ടും വീണ്ടും ഇരട്ടി സുരക്ഷയാ.
The Bible says വേദപുസ്തകം പറയുന്നു that it was sealed and ensured that none of the disciples can take it. അത് മുദ്ര വെച്ചിട്ട് ശിഷ്യന്മാർ വന്ന് എടുക്കാതിരിക്കാൻ ഉറപ്പുവരുത്തി. Friday nothing happened. വെള്ളിയാഴ്ച ഒന്നും നടന്നില്ല. Saturday also nothing happened. ശനിയാഴ്ചയും ഒന്നും സംഭവിച്ചില്ല. Sunday morning. എന്നാൽ ഞായറാഴ്ച The പ്രഭാതം Bible says വേദപുസ്തകം പറയുന്നു in John chapter 20, 20-ാം അധ്യായം, Mary came to the sepulchre മറിയ ആ കല്ലറയുടെ അരികിൽ വന്നു. and she saw it open. അവൾ നോക്കിയപ്പോൾ അത് തുറന്നു കിടക്കുന്നതായി കണ്ടു. She ran to Peter അവൾ ഓടി പത്രോസിന്റെ അരികിൽ വന്നു. and to the disciple John. യോഹന്നാൻ, ആ ശിഷ്യനായ യോഹന്നാന്റെ അരികിൽ വന്നു. She said, അവൾ ഇങ്ങനെ പറഞ്ഞു, these Romans, ഈ റോമക്കാർ they killed him, അവർ അവനെ കൊന്നു. but now they have taken the body also. അവൻ കൊന്നത് മാത്രമല്ല, ശവശരീരം കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. Nothing is remaining over there. ഇനി അവിടെ ഒന്നും ശേഷിച്ചിട്ടില്ല. She could not understand അവൾക്കത് മനസ്സിലായില്ല. what Jesus had spoken while he was here. യേശു താൻ ലോകത്തായിരുന്നപ്പോൾ എന്താ പറഞ്ഞതെന്ന് അവൾ ഓർക്കുന്നില്ല. The Bible says വേദപുസ്തകം പറയുന്നു, John and Peter ran and came. പത്രോസും യോഹന്നാനും ഓടി വന്നു. They saw something. അവർ അവിടെ ചിലത് കണ്ടു. They saw the linen which was on the face were neatly folded and kept at the side. യേശുവിന്റെ ആ തലയിൽ ചുറ്റിയിരുന്ന റൂമാല് ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. Oh, Jesus was in no hurry to run away. യേശുവിന് ഓടിപ്പോകാൻ ഒരു ധൃതിയുമില്ലായിരുന്നു. We did not see what happened in the unseen world. ആ അദൃശ്യ ലോകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. The Bible says വേദപുസ്തകം പറയുന്നു in Hebrews chapter 2:14, എബ്രായ ലേഖനം 2:14, in so much as children being partakers of the flesh and blood, he himself likewise shared the same, that through death he might destroy him who had the power of death, that is the devil, and release those who through fear of death were all in the lifetime subjected to bondage. Verse 14 and 15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. 14-15 വാക്യങ്ങൾ. Hallelujah. ഹല്ലേലൂയ. Through the death of Jesus, യേശുവിന്റെ മരണത്തിലൂടെ we did not see. നാം കാണുന്നില്ല. Jesus went into the Hades. യേശു പാതാളത്തിലേക്ക് പോയി. Oh, he faced devil face to face. അവൻ പിശാചിനെ മുഖാമുഖമായി കണ്ടു. Just like a man like you and me. നിങ്ങളെയും എന്നെയും പോലെ തന്നെ. The Bible says വേദപുസ്തകം പറയുന്നു, over there അവിടെ destroyed the power of death. മരണത്തിന്റെ ശക്തിയെ തകർത്തു. And why did he do that? എന്തിനു വേണ്ടി താൻ ഇത് ചെയ്തു? To release നമ്മെ വിടുവിക്കാൻ. those who the fear of death were in the lifetime subjected to bondage. ജീവപര്യന്തം മരണഭീതിക്ക് അടിമയായിരുന്ന നമ്മെ വിടുവിപ്പാൻ. There are so many people. ഒരുപാട് വ്യക്തികളുണ്ട്. Fear of death മരണഭയം becomes a bondage upon their life. അവരുടെ ജീവിതത്തിൽ അതൊരു ബന്ധനമായി മാറുന്നു. I had the boldness to pray ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ധൈര്യമുണ്ട്. because through the death of Jesus, കാരണം യേശുവിന്റെ മരണത്തിലൂടെ he has already released you from every fear. The bondage is already broken. അവിടുന്ന് നമ്മെ സകല ഭയത്തിൽ നിന്നും വിടുവിച്ചു. ആ ബന്ധനം തകർന്നു That കഴിഞ്ഞിരിക്കുന്നു. is why the Bible says അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് in verse 16, അതിന്റെ 16-ാമത്തെ he വാക്യം, does not give aid to angels, but he gives to the seed of Abraham. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. Jesus does not help the angel. യേശു ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ വന്നതല്ല. He helps you and me അവൻ നിങ്ങളെയും എന്നെയും സംരക്ഷണ ചെയ്യും. come out of the bondage of fear. ഭയത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും. How did he do it? എങ്ങനെയാ താൻ അത് ചെയ്തത്? Because he tasted death, അവൻ മരണത്തെ ആസ്വദിച്ചു. destroyed death. മരണത്തെ തകർത്ത് കളഞ്ഞു. Hebrews 2:14 and 15, the Bible says എബ്രായർ 2:14-15 വേദപുസ്തകം പറയുന്നു, it was just like dying with a bomb inside of him. വലിയൊരു ബോംബ് കയ്യിൽ വെച്ച് മരിക്കുന്നത് പോലെയായിരുന്നത്. It is just like taking a bomb into the devil's den. പിശാചിന്റെ കുഴിയിലേക്ക് ഒരു വലിയ ബോംബ് കൊണ്ടുപോകുന്നത് പോലെയായിരുന്നത്. He destroyed the devil. അവൻ പിശാചിനെ തകർത്ത് കളഞ്ഞു. He destroyed every little demon. ഓരോ ചെറു പിശാചിനെ പോലും അവൻ തകർത്ത് കളഞ്ഞു. That is why അതുകൊണ്ടത്രേ when he rose up, അവൻ അവിടുന്ന് he was ഉയർത്തെഴുന്നേറ്റു. no hurry to run away. അവൻ ഓടിപ്പോകാൻ ഒരു ധൃതിയുമില്ലായിരുന്നു. He folded the linen. അവൻ ആ ശിരസിൽ ചുറ്റിയ ഉറുമാൽ മടക്കി വെച്ചു. That is God. അത് ദൈവം.
That is God. അത് ദൈവം, That is God. അത് ദൈവം Does everything. എല്ലാം താൻ ചെയ്യുന്നു. Does it in order. അതെല്ലാം ക്രമമായി ചെയ്യുന്നു. Let me tell you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, Let no fear be upon you. ഒരു ഭയവും നിങ്ങളുടെ മേലില്ല, Let there be no bondage upon you. ഒരു ബന്ധനവും നിങ്ങളുടെ മേലില്ല. Because the freedom has been done and Jesus is here to help you to come out of it. യേശു കർത്താവ് നിങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇവിടെയുണ്ട്, സ്വതന്ത്രനാക്കിയിരിക്കുന്നു. Follow യേശു മസീഹ് കീ. Hallelujah. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകി തന്നത്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ പിതാവാം ദൈവം ഏൽപ്പിച്ചു തന്നെങ്കിൽ എന്തുവാ നമുക്ക് തരാതിരിക്കുക? പുത്രനെ തന്നെങ്കിൽ എല്ലാം നൽകുന്ന ഒരു നല്ല കർത്താവ്. ക്രൂശിൻ്റെ വചനം ചിലർക്കത് ഇടർച്ചയാണ്, ചിലർക്കത് ഭോഷത്വമാണ്. പക്ഷേ ഈ ക്രൂശ് ലോകത്തിൻ്റെ നടുവിൽ സകല മാനവജാതിക്കും, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ, ഒരു ക്രോസ് ജംഗ്ഷനായി ആ ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത പരമയാഗം എൻ്റെ വിടുതലിനാണ്, എൻ്റെ നിത്യജീവന് വേണ്ടിയാണ് എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ഒരു വലിയ വഴിത്തിരിവിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള വിടുതൽ ഒന്നോ രണ്ടോ പേർക്കല്ല, ലോകത്തിലെ മുഴുവൻ ജനതകൾക്കാണ്. പക്ഷേ വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഇന്ന് നമുക്കൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാം. ജീവിതം മുഴുവൻ നശിപ്പിച്ചു, പാപത്തിൽ തകർന്നു, എനിക്കൊരു മോക്ഷം കിട്ടുമോ, സ്വർഗം കിട്ടുമോ എന്ന് പേടിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, കുരിശിലെ കള്ളന്, ആ കടന്ന കള്ളന് യേശുവെ ഒറ്റ വിളി വിളിച്ചപ്പോൾ ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ പാപക്ഷമയുടെ ശക്തി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. നമുക്കൊന്ന് രൂപാന്തരപ്പെടണ്ടേ, ഒരു പുതിയ ജീവിതം നേടണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ശാരീരികമായ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലൊരു അസ്വസ്ഥതയുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, അതിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. കാരണം അവൻ്റെ അടിപ്പിണരുകളാൽ ക്രിസ്തു ക്രൂശിലേറ്റ ആ ശിക്ഷാവിധിയിലൂടെ നമുക്ക് വിടുതൽ ഉണ്ട് എന്ന് വചനം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ട ഓരോ മക്കളെയും കർത്താവ് അറിയുന്നല്ലോ. അങ്ങയുടെ ദിവ്യ സ്നേഹം ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം രോഗബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, മനഭാരങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവായ യേശുവിൽ ഒരു പുതിയ ജീവിതം കണ്ടെത്തുവാൻ, സമാധാനം കണ്ടെത്തുവാൻ, കഴിഞ്ഞകാല ജീവിതത്തോട് വിട പറഞ്ഞ് ഒരു പുതിയ ജീവിതം, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നൊരു ജീവിതം, മറ്റുള്ളവർക്ക് ഭാരമായ ജീവിതമല്ല, ഒരു പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം. ശാരീരിക രോഗ അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവെ അങ്ങ് സൗഖ്യമാക്കുന്നവനാണല്ലോ. ഒത്തിരി പേര് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഭാരത്തോടെ മറ്റ് പല പ്രതിസന്ധികളിൽ, സാമ്പത്തികമായി മറ്റ് പല മേഖലകളിൽ പ്രതിസന്ധികളോടെ ഇന്ന് കേൾക്കുന്നവർ ഇന്ന് ഈ വചനം ഏറ്റെടുത്ത് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുത വിടുതൽ കാണട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക. നമ്മളിപ്പോൾ കാണുന്നില്ല, പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. വൈദ്യശാസ്ത്രം പോലും കൈവിട്ട് മരണത്തെ മുഖാമുഖം കണ്ട് രോഗക്കിടക്കയിൽ കിടക്കുന്ന നിർധന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ഒരാഗ്രഹം നിവർത്തിച്ചു കൊടുക്കുവാനായി റീച്ചൊരുക്കിയ ഏറ്റവും പുതിയ പദ്ധതിയാണ്